ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സാരിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2250 റേഞ്ചിൽ വരുന്ന നല്ലൊരു പണ്ടത്തെ ഒരു ബിന്നി സിൽക്കിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ ഇല്ലേ, ഏകദേശം അതേപോലെ വരുന്ന ഒരു മെറ്റീരിയൽ, നല്ല ഒതുങ്ങി കിടക്കും, ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതിനിങ്ങനെ സൈഡ് ബോർഡറും വന്നിട്ടുണ്ട്. അതേപോലെ ഇതേ മുന്താണിയൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുന്താണി. നല്ല ഭംഗിയാട്ടോ, ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ അതിൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അവരിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് 9 പേർക്ക് നമ്മൾ എല്ലാ മാസവും ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ബ്ലൗസ് ഞാൻ ഉള്ള ഒരെണ്ണം ഞാനങ്ങ് ഉടുത്തതാണ്. അതിൻ്റെ ഒരു ഇത്രയല്ല കേട്ടോ, ഇതിലും കൂടുതൽ വന്നിട്ടുണ്ട്. എനിക്കെല്ലാം കൂടെ എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അപ്പം കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി പാറ്റേൺ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഈ കളേഴ്സ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഒരു പർപ്പിൾ ടോണാണ്. നമ്മുടെ ഒരു ഗ്രേപ്പ് സ്കിന്നിൻ്റെ ഒക്കെ ഔട്ടർ സ്കിൻ, അതിനേക്കാൾ അല്പം കൂടെ ലൈറ്ററായിട്ടുള്ള ഒരു ടോൺ. 2 സൈഡും ബോർഡേഴ്സ് വരും. ബ്ലൗസ് ഇതല്ല കേട്ടോ, ഇതിൻ്റെ ബ്ലൗസ് ഇതിലും അടിപൊളിയാണ്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൗസ് പെയർ ചെയ്തതാണ് കേട്ടോ. ഇതാണ് സാരി വരുന്നത്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും ഇച്ചിരി ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സാരി, നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സാരിയൊക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല സാരീസാണ് ഇത്. സാരി നമ്പർ 1, എല്ലാ സാരീസിനും നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. മുന്താണി വരുന്ന ഇതാണ്. നല്ല രസമാട്ടോ, ഇത് ഉടുക്കാനും നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യും, നല്ല കംഫർട്ടായിട്ട് കിടക്കുകയും ചെയ്യും. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് നല്ല സൂപ്പറാട്ടോ ഇതിൻ്റെ. ഇത് കണ്ടോ, ബോർഡർ ഡിസൈനും വന്നിട്ട് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. അപ്പം ബോഡി പ്ലെയിനായിട്ട് സൈഡിൽ ബോർഡർ മാത്രം ഉള്ളതുകൊണ്ട് ബ്ലൗസ് ഇങ്ങനെ ഇച്ചിരി റിച്ചായിട്ട് വരുമ്പോൾ നല്ലൊരു ലുക്ക് തോന്നും. ബ്ലൗസ് ഇതാ ബ്ലൗസ്. ഇത് 2250 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്, ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ല സാരീസ്. സാരി നമ്പർ 1. അടുത്തത് വരുന്ന സാരി നമ്പർ 2. ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാട്ടോ. സാരി നമ്പർ 2 ഇതൊരു പീച്ച് പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. സാരി നമ്പർ 2 എല്ലാം സെയിം പാറ്റേൺ. അപ്പോൾ ഇനി ഞാൻ കളർ മാത്രം കാണിച്ചു പോകുള്ളൂ. എല്ലാത്തിൻ്റെയും മുന്താണിയും ബ്ലൗസും ഒന്നും ഇങ്ങനെ സെപ്പറേറ്റ് കാണിക്കണ്ടല്ലോ, എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. സാരി നമ്പർ 2 കാരണം കുറച്ച് പീസസ് ഉണ്ട്. അപ്പം സാരി നമ്പർ 3 വരുമ്പോൾ ഒരു ലാവൻഡർ പിങ്ക്, അങ്ങനെ ഒരു ടോൺ, ഒരു ലാവൻഡറിൻ്റെ ഒരു ഷെയ്ഡ്, അതിനകത്ത് അല്പം പിങ്ക് ബ്ലെൻഡ് ചെയ്ത ഒരു ലാവൻഡർ ടോൺ. സാരി നമ്പർ 3. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഉടുത്താൽ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു സാരി ആട്ടോ, നല്ല ഒതുങ്ങി കിടക്കും, നല്ല കംഫർട്ടാണ്. സാരി നമ്പർ 4 നല്ലൊരു ഗ്രീനിഷ് ടോൺ. സാരി നമ്പർ 4 നല്ലൊരു ഗ്രീനിഷ് ടോൺ. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ നല്ലൊരു പിങ്ക്. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. നല്ലൊരു പിങ്ക്. സാരി നമ്പർ 5. സാരി നമ്പർ 6 നേവി ബ്ലൂ.
സാരി നമ്പർ 6 നേവി ബ്ലൂ. സാരി നമ്പർ 7 നല്ലൊരു അല്പം ഒരു വൈനും റാണി പിങ്കും കൂടെയൊക്കെ ചേർന്ന ഷെയ്ഡ്. സാരി നമ്പർ 7. പണ്ടൊക്കെ ബിന്നി സിൽക്ക് സാരീസ് നല്ല ഫേമസ് അല്ലായിരുന്നോ? നല്ല സുഖമല്ലേ അത് ഉടുക്കാനും. അതിൻ്റെ ഏകദേശം അതേ പാറ്റേണിലൊരു സെമിയിൽ വന്നിരിക്കുന്ന സാരി നമ്പർ 7. സാരി നമ്പർ 8 ഗ്രീൻ. സാരി നമ്പർ 8 ഗ്രീൻ. സാരി നമ്പർ 9 ഒരു പർപ്പിൾ ഷെയ്ഡ്, അല്പം ഒരു ലാവൻഡർ ചേർന്ന ഒരു പർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 9. സാരി നമ്പർ 10 ഒരു പീകോക്ക് ബ്ലൂ പോലെയുള്ള ഒരു ഷെയ്ഡ്. സാരി നമ്പർ 10. സാരി നമ്പർ 11 ഒരു സാരി നമ്പർ 11. സാരി നമ്പർ 12 നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ. സാരി നമ്പർ 12. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമി ബിന്നി സിൽക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.